എവിടെ എല്ലാരും എവിടെ എല്ലാം ഇവിടെ വന്നോണം. എന്താ നാടാ കിടന്ന് അലറുന്നത്? ഞാൻ എല്ലാ കുതന്ത്രവും പഠിച്ചവനാണ് കേട്ടാ. മര്യാദയ്ക്ക് പറഞ്ഞു ആരാന്ന്, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുത്തരം മുട്ട തിന്നാത്ത രീതിയിലാക്കി കളഞ്ഞാ. നിനക്കെന്തോ മുട്ട വന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുടുങ്ങിയോ? മുട്ട തിന്നാലല്ലേ അമ്മൂമ്മ എല്ലിന്റെ ഇടയിൽ കുടുങ്ങുള്ളൂ. എന്നമ്മാ കനകാന്റി ചതിക്ക് കൂട്ടുന്ന എന്നെ ചതിയാ? എടാ എന്താ നിന്റെ പ്രശ്നം അത് പറ. ശിവ പാറു, എന്താടാ നിനക്ക്? ജീവിക്കാൻ സമ്മതിക്കൂല മനുഷ്യനെ. ഇതിനെ കൊണ്ട് വലിയ ശല്യം ആട്ടെപ്പോ. എനിക്ക് ഇതാണ് നിങ്ങളോട് ചോദിക്കാനുള്ള. എന്താ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കൂലേ? എന്താ എന്റെ പ്രശ്നം? എന്ത് ഓംപ്ലേറ്റ് പോയാ? പോയി. എവിടെ പോയി? മുട്ട പിന്നെ പോയാ? അല്ല ഞാനുള്ളപ്പോഴേ നീ മുട്ട ഉണ്ടാക്കിക്കൊണ്ട് നിന്നിരുന്നേ. അത് പിന്നെ ആരെടുത്തോണ്ട് പോയി? അപ്പൊ തന്നെ കഴിച്ചാ പറയണോ നിനക്ക്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ആ കിഴങ്ങ പൂച്ചയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓംലേറ്റ് ഉണ്ടാക്കി കൂട്ടിയത്? ഞാൻ വിശ്വസിച്ചാണ് എനിക്ക് പറ്റിയത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കഴിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. നീ പറഞ്ഞില്ലേ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാ ആ പൂച്ച വരുമെന്ന്. ഞാൻ അങ്ങനെ നോക്കിയിരുന്നു. പൂച്ചയുടെ കരച്ചിൽ കേട്ട് ഞാൻ പൂച്ച പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ പുറത്ത് പൂച്ചയില്ല, അകത്ത് വന്നപ്പോ അകത്ത് മുട്ടയില്ല. അയ്യേ മണ്ടൻ, എന്റെ പൊന്ന് യേശു, എല്ലാ പൂച്ചയെ കരയുന്നിട്ട് ഓംലെറ്റ് കള്ളോട് നീ പോവാൻ പാടുവോ? ഓംലെറ്റ് എടുത്ത് കഴിച്ചുകൂടായിരുന്നോ? എടാ ചിലപ്പോ നീ അങ്ങോട്ട് പോയപ്പോഴേ പൂച്ച ചിലപ്പോ ഇതുവഴി വന്ന് കാണും. கேசு நான் அப்பவே சொன்னேன்ல அந்த பூனைக்கு மூளை ரொம்ப ஜாஸ்தின்னு. പൂച്ചയ്ക്ക് വരെ നിന്നേക്കാൾ കൂടുതൽ മൂളയുണ്ട്. അത് അവിടെ നിന്ന് കരയപ്പോ അതിന്റെ പുറകെ പോയത്. എന്നിട്ട് പൂച്ച ഇതുവഴി വന്ന് സാധനം എടുത്തോണ്ട് പോയി. എന്തുവാടേ ഇത്? മണ്ടനാ നീ? വിളിച്ചിട്ട് വരാ ഇത്ര താമസം? എന്ത് താമസം? മോളെ, അവൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഓംലെറ്റ് പൂച്ച കൊണ്ടുപോയെന്ന്. അതും പോയാ? പോയി. ഇത് ഞാനല്ല ചെയ്ത്. ഇത് നീയല്ല ചെയ്തെന്നാ? അപ്പൊ ഇതിന് മുമ്പത്തെ അത് ഞാനല്ല ചെയ്തെന്ന് നേരത്തെ പറഞ്ഞില്ലേ? വിശ്വാസം അല്ലെങ്കിൽ മണപ്പിച്ചോ. പോടി. ഇനിയിപ്പോ നിനക്ക് ഞങ്ങൾ സംശയമാണെങ്കിൽ മണപ്പിച്ചു. ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്തടി? ചേട്ടനെ ഇവിടെ പൂച്ചയ്ക്ക് തട്ടട നടത്താം. ശരി, അങ്ങനെ ഒരു പൂച്ച ഈ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിന് ഞാൻ കാണിച്ചു തരാം. നോക്കിയോ? എടാ നീ വലിയ വെല്ലുവിളി ഒന്നും നടത്തല്ലേ മണ്ടൻ. ഓംലെറ്റ് ഉണ്ടാക്കി പൂച്ചയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടും അതും 2 ഓംലെറ്റ്, 4 മുട്ട. 4 മുട്ട. നീയേ ഞങ്ങളെ വെല്ലുവിളിക്കാതെ പോയി പൂച്ച വെല്ലുവിളിക്കടാ. கேசு நான் ஒன்னு சொல்றேன், நீ போய் ஆம்லெட் போட்டு சாப்பிடு, யாரும் ஒன்னும் சொல்ல மாட்டோம். ആന്റിയുടെ ഗൈഡിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഇന്ന് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടേ കേസ് ഉറങ്ങുള്ളൂ. നോക്കിയോ? ഡേ നീ ആദ്യം ആ പൂച്ച സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. അവൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നു. മാറേച്ചി. கேசு நீ கொஞ்சம் இங்க வா, அங்க போய் உட்காரு, நான் போய் ஆம்லெட் போட்டு உனக்கு கொண்டு தரேன். വേണ്ട, ആന്റി ഇവിടെ ഉட்கார்ந்தா മതി. ഇന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി ഞാൻ തിന്നും. ഏത് പൂച്ച എടുക്കാൻ പറ്റുന്ന എനിക്കൊന്ന് കാണണമല്ലോ. അതിന് ഞാൻ വക്കും. ഞാൻ നോക്കും. കേശുവേ സൂക്ഷിക്കണേ, നിന്നെക്കാളും ബുദ്ധിയുള്ള പൂച്ചയാ. പിള്ളേരെ ചുമ്മാ അവനെ ദേഷ്യം പിടിപ്പിക്കാതെ. എന്തോന്നാ മുമ്പ് ഇത് 2-3 മുട്ടയുടെ കേസല്ലേ, കുഴപ്പമൊന്നുമില്ല. അമ്മുമ്മ ഇപ്പൊ വരുന്ന വരവ് കണ്ടു. கேசு என்னடா? കട വരെ ഒന്ന് പോണം. என்ன சவால் இல்லையா? ഉണ്ട്. പച്ചമുളക് இல்லையா? ഉണ്ട്. ഗ്യാസ് തീർന്നിട്ടാ? എല്ലാ തേങ്ങയുണ്ട്, മുട്ടയില്ല. ശരി, 2 മുട്ട ഞാൻ ഓംപ്ലേറ്റ് അടിച്ച. ആദ്യം പൂച്ച കൊണ്ടുപോയി, പിന്നെ 2 മുട്ട ഞാൻ ഓംപ്ലേറ്റ് അടിച്ച് പൂച്ച കൊണ്ടുപോയി. പൊട്ടിക്കാത്ത 2 മുട്ട ആര് കൊണ്ടുപോയി? പൂച്ച എടുത്തോ? പൂച്ചയല്ലേ? ആ പൂച്ചക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. അതിന് ഏത് പൂച്ചയായാലും ശരി തന്നെ. നോക്കിക്കോ, ഇപ്പൊ പോയിട്ട് ഡസൻ കണക്കിന് മുട്ടയായിട്ട് വന്ന് ഇവിടെ മുട്ട ഉണ്ടാവും നടത്തും ഞാൻ. ഈ കിണത്തിനല്ല, ഈ കിണത്തിൽ ഞാൻ മുട്ട ഉണ്ടാക്കും. എന്റെ കൊച്ചുമോനെ പൂച്ച വരെ പറ്റിച്ചു തുടങ്ങി.
മുട്ട. അയ്യോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.